Question number 7. Sarika has 3 children. First is 5 years older than the second one, and the second one is 4 years older than the third. The sum of their ages is 22 years. Find the age of the eldest child. So ഇവിടെ സരികക്ക് 3 ചിൽഡ്രൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ചൈൽഡിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 5 years older than സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ ഈസ് 4 years older than the third. അവരുടെ സമ്മ് എന്ന് പറയുന്നത് 22 എന്നും തന്നിട്ടുണ്ട്. സോ ഇവിടെ എല്ലാവരും ഏജ് സെക്കൻഡ് ചൈൽഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സെക്കൻഡ് ചൈൽഡിന്റെ ഏജ് ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി എക്സ് ആയിട്ട് എടുത്തു. സോ ഫസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയായിരിക്കും? X+5 ആയിരിക്കും. അതുപോലെ തേർഡ് ചൈൽഡിന്റെ ഏജ് എത്രയായിരിക്കും? X-4 ആയിരിക്കും. ഓർക്കുക, ഞാനിവിടെ സെക്കൻഡ് ചൈൽഡിന്റെ ഏജ് ആണ് എക്സ് ആയിട്ട് എടുത്തത്. അതുകൊണ്ട് ഫസ്റ്റ് ചൈൽഡിന്റെ ഏജ് X+5ഉം തേർഡ് ചൈൽഡിന്റെ ഏജ് X-4ഉം നമുക്ക് കിട്ടും. സോ ഇതിന്റെ ടോട്ടൽ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 22. സോ X + X-4 + X+5 = 22. 3x + 1 will be equal to 22 and 3x = 21. എക്സിന്റെ വാല്യൂ നമുക്ക് 7 കിട്ടി. സോ എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചൈൽഡിന്റെ ഏജ് ആണ് എക്സ്. സോ സെക്കൻഡ് ചൈൽഡിന്റെ ഏജ് 7 years ആണ്. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏജ് ഓഫ് ദ എൽഡസ്റ്റ് ചൈൽഡ് ആണ്. സോ എൽഡസ്റ്റ് ചൈൽഡ് ഇതാണ്, ഫസ്റ്റ് ചൈൽഡ് ആണ്, X+5 ആണ്. സോ എക്സിന്റെ വാല്യൂ 7 ആണെങ്കിൽ 7 + 5, എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എന്ന് പറയുന്നത് 12 years ആണ്. ഓപ്ഷൻ ഡി. Okay, question number 8. This is an interesting question. What is the age of the eldest sister if the sum of the age of 5 sisters born at the interval of 3 years each is 50 years? ഓക്കെ, ഇവിടെ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കണ്ടീഷൻ എന്താണെന്നുള്ളത് സം ഓഫ് ദ ഏജസ് ഓഫ് 5 sisters born at interval of 3 years each is 50 years. സോ ഇവിടെ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചൈൽഡ്, അതായത് എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തു. സോ ഫസ്റ്റ് ചൈൽഡിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ചൈൽഡ്, അതിനുശേഷം വീണ്ടും 3 വർഷം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ചൈൽഡ്. സോ അങ്ങനെയാണെങ്കിൽ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എക്സ് ആണെങ്കിൽ റിമൈനിങ് 4 സിസ്റ്റേഴ്സിന്റെ ഏജ് എങ്ങനെയായിരിക്കും? X-3, X-6, X-9 ആൻഡ് X-12 ആയിരിക്കും. അപ്പൊ ടോട്ടൽ 5 ചൈൽഡായി. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ടോട്ടൽ ഏജ് എത്രയാണ്? 50 years തന്നിട്ടുണ്ട്. സോ X + X-3 + X-6 + X-9 + X-12 = 50. സോ ടോട്ടൽ ആയിട്ട് കഴിഞ്ഞാൽ 5x = 50 + 30, 5x = 80 വരും. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 80/5, 16 years കിട്ടും. സോ ഇവിടെ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. സോ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് വിൽ ബി ഈക്വൽ ടു 16 years. ഓപ്ഷൻ എ. Okay, question number 9. The sum of the ages of 5 children born at an interval of 4 years is 80. What is the age of the eldest child? സോ ലാസ്റ്റ് ക്വസ്റ്റനിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മൾ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റനിൽ യങ്ങസ്റ്റ് ചൈൽഡ്, ഏറ്റവും അവസാനം ഉണ്ടായ കുട്ടീന്റെ ഏജ് ആണ് നമ്മൾ ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. സോ 5 children ABCDE ആണെങ്കിൽ എന്റെ ഏജ്, അതായത് യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന 4 കുട്ടികൾ അവരുടെ ഏജ് X+4, X+8, X+12, X+16 ഇങ്ങനെ ഓർഡറിലായിരിക്കും. കാരണം 4 years ആണ് ടൈം ഇന്റർവെൽ. സോ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏജ് 80 ആണ്. സോ X + X+4 + X+8, X+12 + X+16 = 80. 5x + 40 will be equal to 80. 5x = 40 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് 80 കിട്ടും. സോ എക്സ് നമ്മൾ എടുത്തത് യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയാണെന്നാണ്. സോ എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയാണ്? X+16 ആണ്. അതായത് 8 + 16, 24 years ആണ് എൽഡസ്റ്റ് ചൈൽഡിന്റെ ഏജ്. ഓപ്ഷൻ ബി. Question number 10. Before 10 years, mother's age was 3 times of her son's age. After 10 years, her age will become twice of the age of the son. Find the ratio of their present age. ഓക്കെ, പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള കണ്ടീഷൻ ബിഫോർ 10 years മദേഴ്സ് ഏജ് വാസ് 3 times of her son's age എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബിഫോർ 10 years നമ്മൾ സണ്ണിന്റെ ഏജ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിഫോർ 10 years ദ ഏജ് ഓഫ് ദ സൺ ഈസ് ഈക്വൽ ടു X years. സോ മദറിന്റെ ഏജ് എത്രയായിരിക്കും? ബിഫോർ 10 years 10 വർഷങ്ങൾക്ക് മുന്നേ 3x ആയിരിക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ 10 years എത്രയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്? ആഫ്റ്റർ 10 years ഹർ ഏജ് വിൽ ബിക്കം ട്വൈസ് ഓഫ് ദ ഏജ് ഓഫ് ദ സൺ എന്നാണ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ പെർസെന്റേജ് എത്രയായിരിക്കും? ബിഫോർ 10 years എക്സ് ആണെങ്കിൽ പെർസെന്റേജ് എത്രയായിരിക്കും? X+10ഉം പെർസെന്റേജ് ഓഫ് മദർ 3x + 10ഉം ആയിരിക്കും. സോ ആഫ്റ്റർ 10 years ഹർ ഏജ് വിൽ ബിക്കം ട്വൈസ് ഓഫ് ദ ഏജ് ഓഫ് ദ സൺ. സോ കണ്ടീഷൻ എങ്ങനെ വരും? 3x + 10 + 10 = 2 × X+10 + 10 എന്ന് വരും. ഓക്കെ, സോ 3x + 20 will be equal to 2x + 40. എക്സിന്റെ വാല്യൂ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ 20 കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ദർ പെർസെന്റേജ് എത്രയായിരിക്കും? റേഷ്യോ ഓഫ് ദർ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 3x + 10 ഡിവൈഡഡ് ബൈ X+10 ആണ്. സോ 3 × 20 + 10 ഡിവൈഡഡ് ബൈ 20 + 10, 70 ഡിവൈഡഡ് ബൈ 30. റേഷ്യോ ഓഫ് ദ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 7:3 ആണ്. ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ദ പെർസെന്റേജസ് ഓഫ് X and Y ഈസ് 3:8, while the ratio of the percentages of Y and Z is 4:5.
2 years ago, the ratio of the ages of x and y was 1:3. The sum of the percentages of all the three is. അപ്പൊ ഈ ക്വസ്റ്റിനിൽ നമുക്ക് എക്സും വൈയും സെറ്റ് മൂന്ന് പേരുണ്ട്. അതിൽ x:y തന്നിട്ടുണ്ട് 3:8. എക്സിന്റെയും വൈന്റെയും പെർസെന്റേജസ് തമ്മിലുള്ള റേഷ്യോ 3:8. അതുപോലെ വൈന്റെയും സെഡിന്റെയും പെർസെന്റേജസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5. അപ്പൊ നമുക്ക് മാറ്റി ചെയ്താം. എക്സ് വൈ സെഡ്, x:y എത്രയാണ് 3:8, y:z എത്രയാണ് 4:5. ഓക്കെ, അപ്പോ നമുക്കറിയാം x:y-യും y:z തന്നിട്ടുണ്ടെങ്കിൽ x:y:z കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 12 താഴെ എഴുതി. അതുപോലെ 8 × 4 നേരെ തന്നെ മൾട്ടിപ്ലൈ 8 × 4 32. അതുപോലെ നെക്സ്റ്റ് 8 × 5 ചെയ്യാം 40. സോ x:y-യും y:z തന്നു കഴിഞ്ഞാൽ x:y:z നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് കണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട്. സോ 12:32:40 ആണ് x:y:z. x:y:z is equal to 12:32:40. സോ എക്സും വൈയും സെറ്റും തമ്മിലുള്ള പെർസെന്റേജസിന്റെ റേഷ്യോ എത്രയാണ്? 12x 32x 12:32:40 ആണ്. അതായത് 12x 32x and 40x. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് 2 years ago the ratio of the ages of x and y was 1:3. സോ 2 years ago എന്ന് പറയുമ്പോൾ 2 വയസ്സ് കുറക്കണം. സോ 12x - 2 ആൻഡ് 32x - 2 ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 1:3. സോ 12x - 2 ഡിവൈഡഡ് ബൈ 32x - 2 is equal to 1/3. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 - 6 is equal to 32x - 2 എന്ന് കിട്ടും. ഇവിടുന്ന് 4x is equal to 4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. സോ നമ്മളോട് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് എക്സിന്റെ വാല്യൂ അല്ല, സം ഓഫ് ദ പെർസെന്റേജസ് ഓഫ് ഓൾ ദ 3 ആണ്. സോ സം ഓഫ് ദ പെർസെന്റേജസ് ഓഫ് ഓൾ ദ 3 എന്ന് പറഞ്ഞാൽ 12x + 32x + 40x. സോ എക്സിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് 12 + 32 + 40. സോ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? 84 ഇയേഴ്സ് ആണ് ടോട്ടൽ ഏജ്. പ്രസന്റ് ഏജസിന്റെ സം എന്ന് പറയുന്നത് 84 ഇയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. A is twice as old as B. B is 1/3 as old as C. The sum of the ages of A, B and C is 42 years. Find the sum of the ages of A and B. ഓക്കെ, ലാസ്റ്റ് കണ്ട പോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ A, B, C 3 ആൾക്കാരാണുള്ളത്. സോ A is twice as old as B എന്ന് പറയുമ്പോൾ A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എത്രയായിരിക്കും? 2:1. A:B എന്ന് പറഞ്ഞാൽ 2:1. B:C. B is 1/3 as old as C. സോ C ആണ് മൂത്ത ആള്. അങ്ങനെയാണെങ്കിലോ B:C എന്ന് പറഞ്ഞാൽ 1:3 കിട്ടി. സോ A:B തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് A:B:C എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യേണ്ടത് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് എടുത്ത് നോക്കുക. സോ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ A:B:C എന്ന് പറഞ്ഞാൽ 2:1:3 എന്ന് കിട്ടും. 2:1:3 എന്ന് കിട്ടും. ഓക്കെ, 2:1:3. A:B:C എന്ന് പറഞ്ഞാൽ 2:1:3. ഇതാണ് പെർസെന്റേജസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സം ഓഫ് ദ ഏജസ് ഓഫ് A and B and C is 42 ഇയേഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ 2x + 3x + x is equal to 42 ആണ്. 6xന്റെ വാല്യൂ 42 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 7 എന്ന് കിട്ടി. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സം ഓഫ് ദ പെർസെന്റേജസ് ഓഫ് A and B ആണ്. അപ്പൊ എന്റെ ഏജ് എത്രയാണ്? 2x ആണ്. ബിന്റെ ഏജ് എത്രയാണ്? x ആണ്. സോ 2x + x 3xന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ 7 ആണ്. സോ 3 × 7 21 ഇയേഴ്സ് ആണ് സം ഓഫ് ദ ഏജസ് ഓഫ് A and B. Question number 13. The sum of the ages of Sindhu and Bindu is 30 years. The product of their ages is 221. What is their age? ഓക്കെ, ഇവിടെ സിന്ധു ബിന്ദു അങ്ങനെ 2 പേരുണ്ട്. അപ്പോൾ അവരുടെ സം ഓഫ് ദ ഏജ് എന്ന് പറഞ്ഞാൽ 30 ഇയേഴ്സ് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദർ ഏജ് 221 തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദ ഏജ് 221 തന്നിട്ടുണ്ട്. സോ ഒരാളുടെ ഏജ്, സിന്ധുവിന്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിന്ദുവിന്റെ ഏജ് 30 - x ആയിരിക്കും. കാരണം സം 30 ആണല്ലോ. ഇവരുടെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 221 ആണ്. സോ x × 30 - x എത്രയാണ്? 221 ആയിരിക്കും. നമുക്കറിയാം 30x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30x - x² വിൽ ബി ഈക്വൽ ടു 221. ഇനി ഇക്വേഷൻ x² - 30x + 221 = 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. -30x നമ്മൾ -17 - 13x എന്ന് മാറ്റി എഴുതുക. സോ x² - 17x - 13x + 221 = 0. അപ്പോൾ ആദ്യത്തെ രണ്ടെന്നും x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x × x - 17 മൈനസ് ലാസ്റ്റ് 13 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 13 × x - 17 വിൽ ബി ഈക്വൽ ടു 0. സോ ഇവിടുന്ന് രണ്ട് സൈഡും x - 17 കോമൺ ആണ്. അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x - 17 × x - 13 ഈക്വൽ ടു 0. സോ ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുക കഴിഞ്ഞാൽ either x - 17 will be equal to 0 or otherwise x - 13 will be equal to 0. So if x - 17 is equal to 0, xന്റെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് കിട്ടുക 17 കിട്ടും. x will be equal to 17. സോ ഇവിടെ നമ്മുടെ ബിന്ദുവിന്റെ ഏജ്
30 മൈനസ് എക്സ് ആണ്. കാരണം എക്സിന്റെ വാല്യൂ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിന്റെ ഏജ് നമുക്ക് 17 ആയി. സോ ബിന്ദുവിന്റെ ഏജ് വിൽ ബി 30 മൈനസ് 17, 13 ഇയേഴ്സ് ആയിരിക്കും. ഇപ്പൊ സെക്കൻഡ് കേസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇഫ് എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 13 ആണ്. അതായത് സിന്ധുവിന്റെ ഏജ് 13 ആവും, ബിന്ദുവിന്റെ ഏജ് 30 മൈനസ് 13, 17 ഇയേഴ്സ് ആവും. സോ എങ്ങനെ വന്നാലും 13 ആൻഡ് 17 ആണ് ആൻസർ. സോ ഇവിടെ സെപ്പറേറ്റ് അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 17 ഇയേഴ്സ് ആൻഡ് 13 ഇയേഴ്സ് ആണ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 14 ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെലക്ടഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 5 years from now, father's age will be 3 times the age of his son. 5 years ago, father was 7 times as old as his son. Their present ages are. സോ ഇങ്ങനെ 5 years ഫ്രം നൗ, 5 years എഗോ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ മുന്നേ ഉണ്ടായിരുന്നത്, അതായത് 5 years എഗോ എന്തായിരുന്നോ ആ കണ്ടീഷൻ ആദ്യം എടുക്കാം. സോ ലെറ്റ് ദ ഏജ് ഓഫ് ദ സൺ 5 years എഗോ എക്സ് ആയിട്ട് എടുക്കാം, 5 വർഷങ്ങൾക്ക് മുൻപ് എക്സ് ആയിട്ട് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് ദ ഫാദർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5 years എഗോ ഫാദർ വാസ് 7 times ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. സോ 5 years എഗോ സണ്ണിന്റെ ഏജ് എക്സ്, ഫാദറിന്റെ ഏജ് 7x. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 5ഉം പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ പെർസെന്റേജ് 7x പ്ലസ് 5 ആയിരിക്കും. ഓക്കെ. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 നമുക്ക് 7x പ്ലസ് 5 കിട്ടി. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ 5 years ഫ്രം നൗ, അതായത് പ്രസന്റേജ് എന്ന് വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ ഫാദേഴ്സ് ഏജ് വിൽ ബി 3 times ദ ഏജ് ഓഫ് ഹിസ് സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നമുക്ക് പ്രസന്റേജ് എക്സ് പ്ലസ് 5ഉം 7x പ്ലസ് 5ഉം ആണെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? ഇത് എക്സ് പ്ലസ് 10 ആയിട്ട് മാറും, മറ്റേത് 7x പ്ലസ് 10 ആയിട്ട് മാറും. ഓക്കെ. സോ അവിടെ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ഏജ് വിൽ ബി 3 times ദ ഏജ് ഓഫ് ഹിസ് സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 3 times സണ്ണിന്റെ ഏജ് എക്സ് പ്ലസ് 10 വിൽ ബി ഈക്വൽ ടു 7x പ്ലസ് 10. ഓക്കെ. സോ 3x പ്ലസ് 30 വിൽ ബി ഈക്വൽ ടു 7x പ്ലസ് 10. സോ എക്സ് മൊത്തം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ 4x വിൽ ബി ഈക്വൽ ടു 20 എന്ന് കിട്ടും. 30 മൈനസ് 10, 20. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 5 ആണെങ്കിൽ, ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസന്റ് ഏജ് എത്രയാണ്? എക്സ് പ്ലസ് 5ഉം 7x പ്ലസ് 5ഉം ആണ്. സോ ഫാദർ ആൻഡ് സണ്ണിന്റെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 7 into 5 plus 5 ആണ് ഫാദർ ഏജ്. അതുപോലെ എക്സ് പ്ലസ് 5 പ്ലസ് 5 ആണ് സണ്ണിന്റെ ഏജ്. സോ 35 പ്ലസ് 5 40 ആൻഡ് 10 ആണ് ആൻസർ. 40 ആൻഡ് 10 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ.